എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് തിരിച്ചുള്ളതും. ഓക്കെ, ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് ആണ് കേട്ടോ. ഡാർക്ക് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളിൽ നിങ്ങൾ അവരാഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ചില സ്വഭാവ വിശേഷതകൾ അവർക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ. ഓക്കെ, തുറന്ന് പറഞ്ഞു കാണില്ല, സഹിക്കേണ്ടാവും. നിങ്ങളും അതുപോലെ തന്നെ പലതും നമ്മൾ സഹിക്കുമല്ലേ. നമ്മുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ സ്വഭാവത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും ഉണ്ടെങ്കിൽ നമ്മൾ പലതും അങ്ങ് സഹിച്ചു പോകും. ആ സംഭവങ്ങൾ എന്താണ്? ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മാറ്റി എടുക്കാൻ നമുക്ക് നമ്മളെ തന്നെ മാറ്റാൻ ശ്രമിക്കാം. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ അയച്ചു കൊടുക്കൂ, അവർ മാറ്റട്ടെ അവരുടെ സ്വഭാവം, അല്ലേ? അപ്പം അങ്ങനെ ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ രാവിലെ ഷോർട്സ് ഇടാറില്ലേ ഡെയിലി, അതും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. അതും ഷോർട്സും ജനറൽ റീഡിംഗ് തന്നെയാണ്. കാരണം തേർഡ് പാർട്ടി റിലേറ്റഡ് ഒക്കെ ചില റീൽസ് വരുമ്പോഴത്തേക്കും, ഷോർട്സ് വരുമ്പോഴത്തേക്കും വളരെ അജിറ്റേറ്റഡ് ആയിട്ട് മാഡം എന്താ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. അത് ജനറൽ റീഡിംഗ് ആണ്, നിങ്ങളുടെ പേഴ്സൻ്റെ തന്നെ എനർജി ആണെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. ഷോർട്സും അങ്ങനെ തന്നെയാണ്. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ ഫീലിങ്സ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും രണ്ടും ജനറൽ റീഡിംഗ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത് ഒരാൾക്ക് വേണ്ടി പെർട്ടിക്കുലർലി ചെയ്യുന്നതല്ല, ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ്, അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരാം. നിങ്ങൾ ക്യാഷ് പേ ചെയ്തിട്ട് ഇപ്പോൾ ഈ നിമിഷം റീഡിംഗ് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല കേട്ടോ. ഒരു വെയിറ്റിംഗ് പീരീഡ് മിനിമം കാണും. പരമാവധി ഞാൻ ഒറ്റ ദിവസത്തിൽ തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ പൈസ വെച്ച് ഇപ്പം തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ അതെനിക്ക് പോസിബിൾ അല്ല. അത് ഞാൻ പറയുകയാണ്. ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, അതിന് തയ്യാറുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, കാരണം നമ്മൾ എന്താ പറയുക, ഇപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സമയം നിങ്ങൾ തരണം, മനസ്സിലായില്ലേ? കാരണം ഞാൻ അജിറ്റേറ്റഡ് ആയിട്ട് റീഡിങ് ചെയ്താൽ നിങ്ങളുടെ റീഡിങ്ങിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. ഇത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഡാർക്ക് ഫീലിങ്സ്, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഡാർക്ക് ഫീലിങ്സ്. ഓക്കെ, ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് ആണ് കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരും മുഖവും മനസ്സിൽ കൊണ്ടുവരാം. ആ വ്യക്തിക്ക് അവരിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ. അവരെ ഇഷ്ടമാണ്, പക്ഷെ അവരുടെ സ്വഭാവത്തിൽ ചില കാര്യങ്ങൾ അവരുടെ വ്യക്തിക്ക് ഇഷ്ടമല്ല. ആ സ്വഭാവങ്ങൾ കൂടി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് പെർഫെക്റ്റ് ആയിരുന്നു എന്നവർ ചിന്തിക്കാറുണ്ട്. ആ ചിന്തകൾ എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാമോ? അങ്ങനെയാണ് എൻ്റെ വ്യൂവേഴ്സിന് അവരെ തന്നെ മാറ്റാമല്ലോ. ഒന്ന് ഗൈഡ് ചെയ്യൂ ഡിവൈൻ, പ്ലീസ് ഗൈഡ്. What are the deep dark feelings that my viewers person hold for them? Please guide. The Fool. Page of Pentacles. Empress. Seriously. 10 of Pentacles. 2 of Swords. Moon. 5 of Swords. Okay. Queen of Pentacles. 7 of Wands. Judgment. 9 of Pentacles. Strength. ഹൈ പ്രീസ്റ്റസ്. അത് എന്താണെന്നറിയാലോ? ഏതൊക്കെ കാർഡ് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു അത്രയും മാത്രം എടുക്കുക കേട്ടോ. ഫൂള് വെച്ചിട്ട് നിങ്ങൾ കുറച്ചുകൂടി സീരിയസ്നെസ്സോടുകൂടി കാര്യങ്ങളെ സമീപിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളിതമാശ ഇത്തിരി കൂടുതലാണ്. വളരെ സീരിയസ് മാറ്റർ അവർ പറയുമ്പോൾ പോലും നിങ്ങൾ അതിലൊരു തമാശ കണ്ടെത്തി അതിനെ ലൈറ്റായിട്ട് ചിരിച്ച് കളയും. അത് അവർക്ക് ചിലപ്പോൾ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങൾ കൂടുതൽ സമയം ഓൺലൈൻ സ്പെൻഡ് ചെയ്യുന്നു എന്ന് അവർക്ക് ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. ഓക്കെ, ഏത് നേരവും മൊബൈലിലാണ്, അല്ലെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും, ഷോപ്പിംഗ് ചെയ്യാറുണ്ട് ഓൺലൈനിൽ, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാറുണ്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട്. കൂടുതൽ സമയം സിനിമ കാണുന്നു മൊബൈലിൽ. അതായത് മൊബൈലിൽ സ്പെൻഡിങ് ടൈം, നെറ്റിൽ സ്പെൻഡിങ്
ടൈം കുറച്ച് കൂടുതലാണ് എന്ന് അവർ പറയുന്നു കേട്ടോ. അത് അവർക്ക് അത്ര ഇഷ്ടമില്ല എന്ന് അവർ പറയുന്നുണ്ട്. എംപ്രസ് വെച്ചിട്ട് നിങ്ങളുടേത് ഒരു ഓവർ കെയറിങ് നേച്ചറാണ് എന്നും അവർക്ക് കംപ്ലൈന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ കെയർ ആവാം, പക്ഷെ അത് ഓവർ ആവുമ്പോഴത്തേക്കും അവർക്ക് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നു. ഓവറായിട്ട് ഫോളോ ചെയ്യുക, ഓവറായിട്ട് എന്താ കഴിച്ചോ ഉറങ്ങിയോ പിന്നെ നിൽക്കാനും തിരിയാനും സമ്മതിക്കാതെ സ്നേഹിക്കുക. അങ്ങനെ അത്രയും ഒരു സ്നേഹം അവർക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്നു. അത്രയും കെയർ വേണ്ട, ഇച്ചിരി കുറച്ച് മതി എന്നാണ് അവരുടെ ഒരു അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 5 ഓഫ് സോർഡ്സ് വെച്ചിട്ട് പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട്. ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പോലും പെട്ടെന്ന് പകച്ചു നിൽക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതികരിക്കുക, പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത് പെട്ടെന്ന് കരയുക, അങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. 10 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങൾ അവരെക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കുന്നു എന്നൊരു കംപ്ലൈന്റ് അവർക്ക് ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ. ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ടോട്ടലായിട്ട് നിങ്ങളുടെ പേഴ്സണെ ഇഗ്നോർ ചെയ്യുന്ന ഒരവസ്ഥ. ചിലപ്പോൾ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മെസ്സേജസ് അങ്ങോട്ട് അയക്കുമ്പോൾ വായിക്കാറുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ഇടയിലെങ്കിൽ ആ സ്വഭാവം അവർക്ക് ഇഷ്ടമല്ല എന്ന് അവർ പറയുന്നു. 2 ഓഫ് സോർട്സ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്തൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ കുറച്ച് ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. പ്രോസ് ആൻഡ് കോൺസ് തെറ്റും ശരിയൊക്കെ ആലോചിച്ച് അത് ശരിയാവോ ശരിയാവില്ലേ എന്നൊക്കെ വളരെ കാര്യമായി ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളത്. ആ ഒരു സ്വഭാവം അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് എടുപിടിയുന്ന കാര്യങ്ങൾ നടക്കണം എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സണ്. മൂൺ വെച്ചിട്ട് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി, അവരെ പ്രതി നിങ്ങൾ വല്ലാതെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാറുണ്ട്. അതായത് തേർഡ് പാർട്ടിക്ക് പ്രിഫറൻസ് കൊടുത്ത് നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമോ എന്നൊരു ഭയം നിങ്ങളെ അലട്ടുന്നതായിട്ട് അത് പറഞ്ഞ് നിങ്ങൾ അവരെ കുറെ സങ്കടം പറയുണ്ടാവും അവരുടെ അടുത്ത്. ആ ഒരു സ്വഭാവം അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഓക്കെ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയറിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യുന്നു കൂടുതലായിട്ടും. എന്ന് പറഞ്ഞാൽ അവർക്ക് സമയം കൊടുക്കുന്നില്ല, നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ സമയം തീരെ കൊടുക്കുന്നില്ല. 24 മണിക്കൂറും പൈസ സമ്പാദിക്കുക, കരിയർ അതിൽ സക്സസ് ആവുക, അങ്ങനെ അതിലേക്ക് ഒരുപാട് ഫോക്കസ് ആവുമ്പോൾ റിലേഷൻഷിപ്പ് കോംപ്രമൈസ് ആവുന്നു. അത് അവർക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നു കേട്ടോ. 7 ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് യാത്രകൾ പോകുന്ന ഒരു വ്യക്തിയായിരിക്കുമേ. പെട്ടെന്ന് പറയാതെ യാത്ര പോവും, അല്ലെങ്കിൽ യാത്ര പോയി കഴിഞ്ഞാൽ ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല. പോയിട്ട് വന്നതിന് ശേഷമായിരിക്കും. അപ്പം നമ്മൾ വീട്ടിലിരുന്ന് ഈ ടെൻഷൻ അടിച്ചിരിക്കുക, ഇവർക്ക് എന്ത് പറ്റി എന്നറിയാതെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയാണ് യാത്ര പോയത്, പോകുമ്പോൾ പറഞ്ഞ് കാണും പോകുന്നു എന്ന്, അത് കഴിഞ്ഞ് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. പിന്നീട് നിങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുന്ന. അങ്ങനെ ഒരു നോ കോണ്ടാക്റ്റിൽ അവരെ ഇടുന്നത് അവർക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നു കേട്ടോ. ജഡ്ജ്മെന്റ് വെച്ചിട്ട് എല്ലാം ന്യായപ്രകാരം മാത്രം, ന്യായം നോക്കി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അത് ഓവറാണ് എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ചില സമയത്ത് നമ്മളുടെ ബെനിഫിറ്റ് നോക്കിയും കൂടി ജീവിക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സന്റെ അഭിപ്രായം. മനസ്സിലായില്ലേ? ഇപ്പോൾ അവർ പറയുന്ന ന്യായവും അന്യായവും എല്ലാം അവിടെ ഇരിക്കട്ടെ, പ്രാക്ടിക്കാലിറ്റി എന്നും പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പ്രകാരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് കുറച്ച് സെൽഫിഷ് നേച്ചറാണ് നിങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ സുഖസൗകര്യങ്ങൾ, നിങ്ങളുടെ സന്തോഷം, അതിനൊരു പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്നതായിട്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ സെക്കൻഡറി ആയിട്ടാണ് വരുന്നത്, നിങ്ങൾ നിങ്ങളെയാണ് ആദ്യം വെക്കുന്നത് ലൈഫിൽ. ഓക്കെ. അതിനുശേഷം മാത്രമേ മറ്റുള്ളവർ വരുന്നുള്ളൂ എന്നുള്ളൊരു ക്യാരക്ടർ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണെ ബാധിക്കുന്നു എന്ന് പറയുന്നു കേട്ടോ. പിന്നെ അമിതക്ഷമ കാണിക്കുന്ന വ്യക്തിയാണ്. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പോലും പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത്, അത് നിങ്ങളുടെ പേഴ്സണ് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പ്രതികരിക്കേണ്ടവിടെ പ്രതികരിക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് കേട്ടോ. അതേപോലെ ഹൈ പ്രീസ്റ്റസ് വെച്ച് നിങ്ങൾ ടാരോ ഒരുപാട് കാണുന്നുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സണ് ഏറ്റവും വലിയ കംപ്ലൈന്റ് അതാണ്. കാരണം ബോട്ടം ഓഫ് ദി ഡെക്കാണത്. ഒരുപാട് സമയം ടാരോ കാണുന്നു, ടാരോ കണ്ടത് വെച്ചിട്ട് ആ ടാരോയിൽ അത് പറഞ്ഞു, ആ ചേച്ചി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അപ്പൊ നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവരെ ടെൻഷൻ ആക്കുന്നുണ്ടാവും. അപ്പൊ ഈ ചേച്ചിക്കും കൂടെ വഴക്ക് കിട്ടുന്നുണ്ടാവും, ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന്. അപ്പം ടാരോ കാണുന്ന ഇച്ചിരി കുറയ്ക്കണം എന്നും അവര് അഭിപ്രായപ്പെടുന്നു കേട്ടോ. ഓക്കെ. കിങ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ സ്നേഹം വേണ്ടത്ര പ്രകടിപ്പിക്കുന്നില്ല എന്നും
ചിലർക്ക് കംപ്ലൈന്റ് ഉണ്ട്. ഒരു ചിലര് അമിത സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത്, ഒരു ചിലര് എന്താണ് പറയുന്നത്, തീരെ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, മനസ്സിൽ സ്നേഹം വെച്ചിട്ട് എന്താ പറയാ അനങ്ങാതിരിക്കുന്നു എന്നുള്ള രീതിയിലും അവര് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. 6 ഓഫ് കപ്സ് വെച്ചിട്ട് ഈ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുക. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ മാരീഡ് ആണെന്ന് വിചാരിക്കൂ. കോളേജിൽ പഠിച്ച കാലത്ത് നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് അത് അന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, പക്ഷെ നിങ്ങളിപ്പോൾ അങ്ങനെയാണോ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ കുറ്റപ്പെടുത്തുന്നവരുണ്ടല്ലോ. ആ ഒരു സ്വഭാവം, പഴയ കാര്യങ്ങൾ കുത്തി കാണിച്ച് അല്ലെങ്കിൽ നേരത്തെ ഇട്ടൊരു വഴക്ക് അതങ്ങ് വിട്ടുകളയാതെ അതിനെ തന്നെ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് പറയുക, അത് ഇവർക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നു എന്നും നിങ്ങളുടെ പേഴ്സൺ പറയുന്നു കേട്ടോ. അമിതമായി പൈസ കടം വാങ്ങിക്കുന്ന സ്വഭാവമുള്ളവരാണ് നിങ്ങളെങ്കിൽ അത് അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഒരു പക്ഷേ മറ്റുള്ളവരിൽ നിന്നും പൈസ കടം വാങ്ങിക്കുന്നുണ്ടാവും. ഓക്കെ, അത് അവർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ ഉറക്കമില്ലാതെ സ്ട്രെസ് എടുത്ത് രാത്രി ഉറങ്ങാതെ ഇരിക്കുന്ന, ഓവർ തിങ്കിങ് ചെയ്തിട്ടിരിക്കുന്ന, ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും ആലോചിച്ച് പെരുപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഇഷ്ടമല്ല എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അതേപോലെ ചെറിയ വഴക്കുണ്ടായാൽ പോലും നിങ്ങൾ പെട്ടെന്ന് പറയും, എനിക്കിനി റിലേഷൻ വേണ്ട, മടുത്തു, ഞാൻ പോന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ടെറിഞ്ഞ് അങ്ങ് പോവും. ആ ഒരു സ്വഭാവം അവർക്ക് ഇഷ്ടമല്ല കേട്ടോ. കാരണം ക്ഷമയോടെ സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ പെട്ടെന്ന് നിങ്ങൾ റിയാക്ട് ചെയ്തിട്ട് ഇല്ല എനിക്കിത് പറ്റത്തില്ല, ഇത് നിങ്ങളുടെ സ്പൗസും ആയിരിക്കാം കേട്ടോ, എടുത്തെറിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിട്ട് പെട്ടെന്ന് ആ റിലേഷനിൽ നിന്നും ഔട്ട് ചെയ്ത് പോവുക, ബ്ലോക്ക് ചെയ്തിടുക, കുറേ നാൾ കുറച്ച് വിഷമിക്കട്ടെ എന്ന് വിചാരിച്ച് ബ്ലോക്ക് ചെയ്തിടുക, അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് ഇഷ്ടമില്ല എന്ന് അവർ പറയുന്നു. ഓക്കെ, പിന്നെ 5 ഓഫ് കപ്സ്, ഓവർ മിസ്സിങ്. ഓക്കെ, ഓവറായിട്ട് മിസ് ചെയ്യുന്ന ഒരു സ്വഭാവം. ഇപ്പം കണ്ടിട്ട് വീട്ടിൽ പോയിട്ടേ ഉണ്ടാവുള്ളൂ, വീട്ടിലെത്തുമ്പോഴേക്ക് വീണ്ടും കാണണം, വീണ്ടും ഇനി എപ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ട് പെസ്റ്റർ ചെയ്യുന്ന ഒരു സ്വഭാവമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മിസ്സിങ് ഒക്കെ വേണം, പക്ഷെ പ്രാക്ടിക്കാലിറ്റിയും കൂടെ വേണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് നിങ്ങൾക്കായിട്ട്. ഞാൻ ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് ഒരുപാട് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. ഇതെല്ലാ കാർഡും എല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ. അവരവരുടെ പേഴ്സണിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് അവരവർക്ക് അറിയായിരിക്കും. നിങ്ങളുടെ സ്വഭാവത്തിൽ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണ്, അത് മാറ്റിക്കൊള്ളുക കേട്ടോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് പറയാനുള്ള എന്താണെന്ന് നോക്കാം. ക്യാൻഡിൽ വല്ലാതെ കത്തി തുടങ്ങിയപ്പോൾ ഒന്ന് പോസ് ചെയ്തു, അടിയിൽ ഒരു പ്ലേറ്റ് കൂടെ വെക്കാൻ വേണ്ടിയിട്ട്, ടേബിൾ ഷീറ്റ് ചീത്താവില്ലെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് ഒന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണെ പറ്റിയിട്ടുള്ള ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് എന്തൊക്കെയാണ്? എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണെ പറ്റിയുള്ള ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് എന്തൊക്കെയാണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണലി ഇഷ്ടമില്ലാത്ത, അവരത് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ചില സ്വഭാവങ്ങൾ ഉണ്ടാവുമല്ലോ, അത് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരൂ പ്ലീസ്. എടുക്കട്ടെ. 9 ഓഫ് സ്വാർഡ്സ്, ഹൈ പ്രീസ്റ്റസ്, ക്വീൻ ഓഫ് കപ്സ്, ടവർ, 10 of wands, 9 of cups, 7 of pentacles, king of cups, 8 of wands, 4 of pentacles, page of swords, empress. ഇവിടെയും empress വന്നു. ഹെയറോഫന്റ് ബോട്ടം ഓഫ് ദി ഡെക്ക്. ഇവിടെ സ്ട്രെസ് ആദ്യമായിട്ട് നിങ്ങളുടെ പേഴ്സണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ ഇഷ്ടമില്ലാത്തത് ആവശ്യത്തിന് അനാവശ്യത്തിന് അവർ സ്ട്രെസ് ആവുന്നത് കേട്ടോ. ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്ട്രെസ്സായിട്ട് നിങ്ങളെ എന്താ പറയുക പെസ്റ്റർ ചെയ്യുന്ന ഒരു സ്വഭാവം.
എന്താ പറയുക, ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്വഭാവം ആവുക, നിങ്ങളെ വിളിച്ച് ശല്യപ്പെടുത്തുക, എന്ത് പറഞ്ഞാലും കേൾക്കാതിരിക്കുക, രാത്രി ഉറക്കമില്ലാതിരിക്കുക, നിങ്ങളെയും സ്ട്രെസ്സാക്കുക. അങ്ങനെ ഒരു സ്വഭാവം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമില്ല. മാറിപ്പോന്ന് പറഞ്ഞു വരുമ്പോൾ ഹൈ പ്രിസ്റ്റസ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ ആണ് ടാരോ ഒരുപാട് കാണുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നു. ഇതുപോലെ തന്നെയാണ് ഓവറായിട്ട് ടാരോ കണ്ട് ഏത് നേരവും ടാരോ കാണുക, അതിലുള്ള റീഡിങ്സ് വെച്ചിട്ട് നിങ്ങളെ പറഞ്ഞ് ടെൻഷൻ ആക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഓവറായിട്ട് ഇതിലൊന്നും വിശ്വസിക്കരുത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും, ടു ബി വെരി ഫ്രാങ്ക്. ഓക്കെ, കാരണം ഓവർ ഇൻവോൾവ്മെന്റ് വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടായിരിക്കും. ക്വീൻ ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ വളരെ ഇമോഷണൽ ആയിട്ട് എന്താ പറയുക, പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് കരയുക, ഒരു കാര്യമില്ലാതെ പൊട്ടിത്തെറിക്കുക, അങ്ങനത്തെ സ്വഭാവമുള്ള ആളൊക്കെ ആണെങ്കിൽ ആ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വേണം ജീവിക്കാൻ എന്ന് കരുതുന്ന വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, ടവർ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ വരുമ്പോഴേക്കും പെട്ടെന്ന് ബ്ലോക്ക് ആക്കിയിട്ട് പോകുന്ന പരിപാടി, അത് ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഓക്കെ, കുറച്ച് എന്തിരുന്നാലും എന്ത് പ്രശ്നമായിരുന്നാലും സംസാരിച്ച് തീർക്കാമല്ലോ, പക്ഷെ അതിനൊരു ഓപ്പർച്യൂണിറ്റി തരാതെ ബ്ലോക്ക് ആക്കിയിട്ട് പോവുക, ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുക, ആ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് തന്നെ നിങ്ങൾ പറയുന്നു കേട്ടോ. 10 ഓഫ് വോൺസ് വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസിലാണ് നിങ്ങളുടെ പേഴ്സൺ. ആ ലോങ് ഡിസ്റ്റൻസിൽ അവർ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഓക്കെ, നിങ്ങൾക്കെന്നും അടുത്ത് വേണം, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പക്ഷെ അവർക്ക് നിവൃത്തിയില്ല, ലോങ് ഡിസ്റ്റൻസിലാണ്. 9 ഓഫ് കപ്സ് വെച്ചിട്ട് അവർ പൊതുവെ അവരുടെ ലൈഫിൽ ഹാപ്പിയാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് അവരാണ് വിഷ് ഫുൾഫിൽമെന്റ് എന്നുള്ളൊരു സ്ഥിതിയാണ്. പക്ഷെ പൊതുവെ അവരുടെ ലൈഫിൽ ഹാപ്പിയാണ്. വോണ്ടിങ് ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാനും മാത്രം കാര്യങ്ങളൊന്നും അവരുടെ ലൈഫിലില്ല. നിങ്ങൾ വിചാരിക്കുന്ന അവർ നമ്മളെ മിസ്സൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അതെ, അവർ ഹാപ്പിയാണ് അവരുടെ ലൈഫിൽ. അപ്പം നമ്മളെ എന്തിനു മിസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്കൊരു മനസ്താപം തോന്നാറുണ്ട്. ഓക്കെ, മിസ്സിങ് എനർജി ഇല്ലാത്ത കൊണ്ടാണല്ലോ അത്രയും കോണ്ടാക്റ്റ് വരാത്തത്, അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അവർ ജോലി തിരക്കിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾ ഉടനെ വിചാരിക്കുന്നത് നിങ്ങളെ അവർക്ക് ലൈഫിൽ ആവശ്യമില്ലാത്ത കൊണ്ടാണ് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്തത്, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചു പോവാറുണ്ട്. ഓക്കെ, അപ്പം അവരുടെ ആ സ്വഭാവം, അതായത് കുറച്ച് അവർക്ക് എല്ലാം ഉണ്ട് എന്ന് അവർ കാണിക്കുമല്ലോ, അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങളെ മിസ് ചെയ്യണം, അതാണ് നിങ്ങളുടെ ആഗ്രഹം. ആ മിസ്സിങ് എനർജി അവരിൽ നിന്നും വരാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമാണ്. ഓക്കെ, അവർ നിങ്ങളെ മിസ് ചെയ്യണം, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അവരിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കാണുന്നത് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് അവർ ഇരിക്കരുത് എന്നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ? ആ ഹാപ്പിനെസ്സിലും നിങ്ങളെ മിസ് ചെയ്യണം. നിങ്ങൾ ഹാപ്പിയായി ഇരുന്നോളൂ, പക്ഷെ എന്നെ മിസ് ചെയ്യൂ എന്നാണ് നിങ്ങളുടെ ആവശ്യം. മനസ്സിലായല്ലോ? 7 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഈ പറഞ്ഞ പോലെ ജോലിക്ക് ഓവർ ആയിട്ട് സമയം കൊടുക്കുന്നു, നിങ്ങൾക്ക് വേണ്ടത്ര സമയം തരുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് ഉണ്ട്. അതുപോലെ ആവശ്യത്തിന് പോലും സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൊരു അങ്ങനത്തെ ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയില്ല, പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഡൗട്ട് വരും, ഇവർക്ക് സ്നേഹം തന്നെ ആണോ, അത് അങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരും. അപ്പോൾ ഇവർ കുറച്ച് സ്നേഹം പ്രകടിപ്പിക്കണം. ഈ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഓക്കെ, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ കുറച്ച് ചെയ്യുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. കമ്മ്യൂണിക്കേഷൻ അവർക്കൊരു ഇഷ്യൂ ആണ് എപ്പോഴും. വേണ്ടത്ര മെസ്സേജസ് അയക്കുന്നില്ല, വേണ്ടത്ര കോള് ചെയ്യുന്നില്ല, കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല, എന്തൊക്കെയോ പറയാതെ വിടുന്നത് പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടാറുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങളോടെല്ലാം തുറന്ന് സംസാരിക്കണം, സത്യങ്ങൾ പറയണം, അതാണ് നിങ്ങളുടെ ആഗ്രഹം അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ. 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് പറഞ്ഞ പോലെ അവരുടെ സ്നേഹം പ്രകടിപ്പിച്ച് കാണില്ല കേട്ടോ. എന്നാൽ പൊസസീവാണ്, ഓവർ പൊസസീവ്നെസ്സും പ്രൊട്ടക്റ്റീവ്നെസ്സും എല്ലാം കാണിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ദേഷ്യം വരും. കാരണം ഈ സ്നേഹം ഇല്ലാത്തവിടെ എന്തിനാ ഈ പൊസസീവ്നെസ്സും പ്രൊട്ടക്റ്റീവ്നെസ്സും കാണിക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾ അവരോട് ചോദിക്കാറുണ്ട്.
ഒന്നുകിൽ സ്നേഹം ഉണ്ടെന്ന് പറയുക, പറഞ്ഞിട്ട് പ്രൊട്ടക്റ്റീവ്നെസ്സും പൊസസീവ്നെസ്സും ഒക്കെ കാണിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ള രീതി. ഓക്കെ. പേജ് ഓഫ് സോർട്സ് വെച്ച് നിങ്ങളുടെ പേഴ്സണും ഓൺലൈൻ കുറച്ച് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു എന്നൊരു കംപ്ലൈൻറ്റ് നിങ്ങൾക്കുണ്ട് കേട്ടോ. കൂടുതലായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിംസ് കളിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ സമയം ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നൊരു കംപ്ലൈൻറ്റ് നിങ്ങൾക്കും ഉണ്ട് നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ട്. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ഓവർ കെയറിങ് ആണെങ്കിൽ അതും നിങ്ങൾക്ക് ഇഷ്ടമില്ല. സ്നേഹം ശ്വാസം മുട്ടിക്കുന്ന രീതിയിലാവരുത് എന്ന് നിങ്ങൾക്കും അഭിപ്രായമുണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ പേഴ്സണും പറഞ്ഞിരുന്നു, നിങ്ങളും അത് തന്നെയാണ് പറയുന്നത്. ആവശ്യത്തിന് സ്നേഹം വേണം, ആവശ്യത്തിൽ കൂടിയാൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ. പിന്നെ നിങ്ങളുടെ പേഴ്സൺ സോഷ്യൽ ഇമേജ് കോൺഷ്യസ്നെസ് കുറച്ച് കൂടുതലുള്ള വ്യക്തിയാണെങ്കിൽ സൊസൈറ്റി എന്ത് പറയും, അയ്യോ ചുറ്റുമുള്ളവരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, അങ്ങനെയൊക്കെ. അത് മാത്രമല്ല, അവർ കൂടുതലായിട്ട് അവരുടെ ഫാമിലിക്ക് പ്രിഫറൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഓവർലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിയമപ്രകാരം മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ, റിലീജിയസ് പരമായിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ. കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അതിനെപ്പറ്റിയൊക്കെ വളരെയധികം ബോധർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനത്തെ സ്വഭാവമൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾക്ക് ആ സ്വഭാവം ഇഷ്ടമില്ല. ഓക്കെ. കാലം മാറി, നൂറ്റാണ്ട് മാറി, അപ്പം നമ്മളും അതിനനുസരിച്ച് മാറണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷെ ഇവരുടെ ഈ റിജിഡ് ക്യാരക്ടർ, ആ ക്യാരക്ടർ നിങ്ങളെ ബോധർ ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഈഗോ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, വാശികൾ കാണിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ വാശി കാണിക്കുന്ന, ഈഗോ കാണിക്കുന്ന, ദേഷ്യം കാണിക്കുന്ന ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഓക്കെ. അത് അത് ആരായാലും പറയും അല്ലേ. ഈഗോ ഉള്ള ഒരു പാർട്ട്ണറെ ആർക്കും സഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ടു ഓഫ് സോർട്സ് വെച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ജഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ആ സ്വഭാവവും നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം, ആലോചിച്ച് കൺഫ്യൂസ് ആവരുത്, ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക എന്നൊക്കെയാണ് നിങ്ങളുടെ നയം. അത് ആ രീതിയിൽ നിങ്ങളുടെ പേഴ്സണും ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഫുൾ നേരത്തെ നിങ്ങളുടെ കാർഡ്സിലും അത് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സീരിയസ്നെസ്സോടുകൂടി കാര്യങ്ങൾ സമീപിക്കുക, സീരിയസ്നെസ്സോടുകൂടി മെച്ചൂരിറ്റിയോടുകൂടി കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഇമ്മച്ചുവറായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. കുട്ടിത്തരം മാറാത്ത ഒരു ആളായിരിക്കണം. സീരിയസ്നെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത, എല്ലാം വളരെ കാഷ്വലായിട്ട് എടുത്ത് ഇങ്ങനെ ജോളി ആയിട്ടിരിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ആ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ശരിയാവുന്നില്ല. കുറച്ച് സീരിയസ്നെസ്സോട് കൂടി കാര്യങ്ങൾ ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. ആ ലോങ് ഡിസ്റ്റൻസ് നിങ്ങളെ ബോദർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണിൻ്റെ സൈഡിൽ നിന്നും അത് കണ്ടിരുന്നു. ഓക്കെ. വിചാരിച്ച പോലെ കാണാൻ പറ്റാറില്ല, സംസാരിക്കാൻ പറ്റാറില്ല, ഇൻട്രാക്ഷൻ പറ്റാറില്ല. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല. അതൊന്ന് മാറി അവരൊന്ന് അടുത്ത് വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. 10 ഓഫ് കപ്സ് വെച്ചിട്ട് അവർ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം അവരുടെ ഫാമിലിക്ക് കൊടുക്കുന്നു എന്നൊരു കംപ്ലൈൻറ്റും നിങ്ങൾക്കുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് വേണ്ടത്ര സമയം തരുന്നില്ല, ഫാമിലിക്ക് വേണ്ടി കൂടുതൽ സമയം കൊടുക്കുന്നു എന്നൊരു കംപ്ലൈൻറ്റും നിങ്ങളുടെ ഭാഗത്തു നിന്നും കാണുന്നു. ഓവറായിട്ട് ദാനധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ നയം. ഓക്കെ. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടല്ലോ, ആര് വന്ന് എന്ത് ചോദിച്ചാലും അവരുടെ കയ്യിലുണ്ടോ ഇല്ലയോ കടം വാങ്ങിച്ചിട്ടെങ്കിലും കൊടുത്ത് സഹായിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ പറയുന്ന പൈസയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അങ്ങനെ എടുത്ത് ചാടി കണ്ണടച്ച് ആരെയും വിശ്വസിച്ച് പൈസ ഒന്നും എടുത്ത് കൊടുക്കരുത്. ആവശ്യം അറിഞ്ഞ് സഹായിക്കുക എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ ഓവറായിട്ട് ദാനധർമ്മം നിങ്ങളുടെ പേഴ്സൺ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ഒന്നും ആലോചിക്കാതെ പൈസ എടുത്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് കാണുന്നു. ഓക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, അവർ മാറണം എന്ന് വിചാരിക്കുന്ന സ്വഭാവങ്ങൾ. ഓക്കെ. ഇത് ഒരു ഫണ്ണായിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇത് നിങ്ങൾക്ക് വാലിഡായിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ പേഴ്സണും അയച്ചു കൊടുക്കൂ. ഓക്കെ. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനലിൽ വരുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. വേറെ എന്താണ്, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വേറൊന്നുമില്ല. ദയവായി കോൾ ചെയ്യാതിരിക്കുക, മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നോക്കിക്കോളും. വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ.
ബാക്കി ഡീറ്റെയിൽസൊക്കെ വേണ്ട ഡീറ്റെയിൽസ് ഞാൻ അവിടെ ചോദിക്കും. പേയ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ അവിടെ പറയും. ഓക്കെ. ഒന്ന് സമയം പോലെ ഇച്ചിരി വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതൊന്ന് ക്ഷമയോടെ ഇരിക്കുകയും വേണം. ഓക്കെ. വേറൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു. ബൈ.